உட்காரும்போது சாட்சி கேட்போம். சிஸ்டர் லவ்லி வில்லியம்ஸ். சிஸ்டர் லவ்லி வில்லியம்ஸ், தோகா. അഞ്ച് നിമിഷം. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഒരു അവസരം ദൈവം എനിക്ക് നൽകി തന്നതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു മർത്താമ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. എൻ്റെ പിതാവ് ജോലി സംബന്ധമായി ദുബൈയിലായിരുന്നു. 1956 എൻ്റെ മാതാവും പിതാവും എൻ്റെ 5 മാസം പ്രായമുള്ള സഹോദരിയുമായി നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഡാറ എന്ന കപ്പലിന് തീപിടിക്കുകയും ആ കപ്പലിലുണ്ടായിരുന്ന 238 പേർ മരിച്ചു പോവുകയും ചെയ്തു. എന്നാൽ എൻ്റെ മാതാവിനെയും പിതാവിനെയും എൻ്റെ സഹോദരിയെയും ദൈവം അത്ഭുതമായി രക്ഷിച്ചു. ഈ സംഭവത്തിന് ശേഷം എൻ്റെ പിതാവ് ഒരു തികഞ്ഞ മദ്യപാനിയായി തീർന്നു. ദൈവം എല്ലാ ഐശ്വര്യങ്ങളും ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്ന കുടുംബത്തിൽ സമാധാനമില്ലായിരുന്നു. Although the Lord has given us all riches, but there was no peace in our family. ഈ വേലയുടെ ആരംഭകാലത്തെ എൻ്റെ അങ്കിൾ സിംഗപ്പൂരിൽ നല്ല ജോലിയായിരുന്ന സമയത്ത് ദൈവം ഏകനായി യാക്കോബ സമുദായത്തിൽ നിന്ന് ദൈവം വിളിച്ചു വേർതിരിക്കുകയും During the beginning time of this ministry, my uncle who was working in Singapore, the Lord called him all alone from a nominal church. തുടർന്ന് ഈ സഭയിലെ ഒരു ശുശ്രൂഷകനായി തീരുകയും ചെയ്തു. Later he became a servant of God in this church. അങ്ങനെ എൻ്റെ ഭവനത്തിൽ വിശുദ്ധന്മാർ കടന്നു വരികയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മാതാവ് സ്നാനത്തിൻ്റെ സത്യത്തിലേക്ക് വരികയും ഈ സഭയിൽ സ്നാനപ്പെടുകയും ചെയ്തു. Likewise, the servants of God came to our family. They prayed and my mother got baptized. അന്ന് എനിക്ക് 9 വയസ്സായിരുന്നു. That time I was only 9 years old. അനേക വർഷങ്ങൾക്ക് ശേഷം ദൈവങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി എൻ്റെ പിതാവിനെ ദൈവം വിളിച്ചു വേർതിരിച്ച് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. After so many years, because of the prayers of the children of God, God called and separated my father and brought him also to this faith. എൻ്റെ 10ാമത്തെ വയസ്സിൽ ദൈവം എന്നെ അന്യഭാഷ അടയാളത്തോടെ അഭിഷേകം ചെയ്തു. When I was 10 years old, the Lord anointed me with the Holy Spirit with the sign of speaking in unknown tongues. 17ാമത്തെ വയസ്സിൽ എന്നെ സ്നാനപ്പെടുവാൻ ദൈവം കൃപ ചെയ്തു. In my 17th year, God helped me to get baptized. എൻ്റെ ചെറുപ്രായം മുതൽ ദൈവശബ്ദം കേൾപ്പാനും സ്വർഗീയ ദർശനങ്ങൾ കാണുവാനൊക്കെയും ദൈവം കരുണ ചെയ്തു. Even from my small age, the Lord helped me to hear the voice of God and to have visions. എൻ്റെ ജീവിതത്തിൽ കുറവ് കുറ്റങ്ങളൊക്കെ വരുമ്പോൾ ഹോളി സ്പിരിറ്റ് അടിയനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. When shortcomings came in my life, Holy Spirit was speaking to me. അതിൽ ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. I would like to share with you some of the things. ഞാൻ ദൈവഹിതമില്ലാത്ത ഒരു കാര്യം വാങ്ങി എൻ്റെ ബാഗിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചു. I was keeping something that was out of will of God in my bag. അന്ന് രാത്രി തേജസ്സേറിയ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ഇങ്ങനെ പറയുകയുണ്ടായി. That night a glorious person came unto me and he told me something. മകളെ, നീ ഇത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ബാഗിൽ എവിടെ വെച്ചോ അവിടെ നിന്ന് അത് എടുത്തിട്ട് ഡസ്റ്റ്ബിന്നിലേക്ക് ഇടുകയുണ്ടായി. My daughter, you should not use this thing, and he took it out of the place where I kept in my bag and he put it in the dustbin. അപ്പോൾ തന്നെ ഞാൻ എഴുന്നേറ്റ് എൻ്റെ കുറവുകൾ ദൈവസന്നിധിയിലേറ്റു പറഞ്ഞിട്ട് ഞാനത് ഡസ്റ്റ്ബിന്നിലേക്ക് ഉപേക്ഷിക്കുകയുണ്ടായി. Immediately I got up and I confessed my sins and I threw it into the dustbin. വേറൊരു അവസരത്തിൽ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥിക്കുക ഞാൻ ചെയ്യുമായിരുന്നു. In another situation, I had the habit of getting up in the night watches and praying. എന്നാൽ ജോലി ഭാരവും ദീർഘദൂരമുള്ള യാത്രയും മുഖേന ഞാൻ ഇതങ്ങ് ഉപേക്ഷിച്ചു. Because of the burden of my work and long travel, I forsook that habit. അങ്ങനെ 4-5 മാസങ്ങൾ കടന്നുപോയി. Likewise, 4-5 months passed away. അന്ന് അപ്പോൾ ദൈവം ഒരു വിഷൻ കാണിച്ചു. Then the Lord showed me a vision. നമ്മുടെ പഴയകാല വിശുദ്ധന്മാരെല്ലാം കൂടെ ഒരു പ്രേയർ നടത്തുന്നു. Our olden time saints, they were conducting a prayer. അപ്പോൾ ഞാനും അത് അറ്റൻഡ് ചെയ്യാനായിട്ട് അവിടെ പോയി ചെന്നിരിക്കുന്നു. That time I was also present there to attend the meeting. അപ്പോൾ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ട പാസ്റ്റർ ഡോണപ്പച്ചൻ ഇങ്ങനെ പറയുകയുണ്ടായി.
At that time, our late chief pastor, Pastor Don, told like this. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് യേശു പകൽ ദേവാലയത്തിൽ പോയി ഉപദേശിക്കുക, എന്നാൽ രാത്രി എന്ത് ചെയ്യുമായിരുന്നു എന്ന് ഇങ്ങനെ ഓഡിയൻസിനെ നോക്കിയിട്ട് ചോദിക്കുന്നു. He was asking, looking into the audience, Jesus during his worldly ministry, he used to work during the daytime, and what did he used to do at the night time? എന്നിട്ട് പറഞ്ഞു അതിൻ്റെ ആൻസർ സിസ്റ്റർ ലവ്ലി പറയണമെന്ന് പറഞ്ഞു. And then he told Sister Lovely should give the answer for this. അപ്പോൾ തന്നെ ഞാൻ ഭയന്ന് ഞാൻ എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു, യേശു രാത്രി ഒലിവുമലയിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു പറഞ്ഞു. Then I was scared, but I got up and I answered, Jesus used to go to the Mount Olive and he used to pray. അപ്പോൾ അപ്പച്ചൻ എന്നെ ദയനീയമായി നോക്കി. Then pastor looked at me very sympathetically. അപ്പോൾ തന്നെ ഞാൻ എഴുന്നേറ്റ് കുറവുകൾ ദൈവത്തിലേക്ക് പറഞ്ഞ് എൻ്റെ പ്രതീക്ഷയിലേക്ക് മടങ്ങി വരുവാൻ ദൈവം സഹായിച്ചു. Then I got up and confessed my sins, and God enabled me to come back to my consecration. വേറൊരു സമയം ഖത്തറിൽ ഇവിടെ ഒരു ഇൻ്റർനാഷണൽ ഈവൻ്റ് നടക്കുന്ന സമയത്ത് Another time when an international event was going on in this Qatar, ഒരു പാസ് കിട്ടുന്നതിന് വേണ്ടി ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് കമ്പനിക്ക് അയക്കണമായിരുന്നു. I had to fill up a form and send it to the company to receive the pass. ഞാനും അതിന് പോകാനായിട്ട് താല്പര്യപ്പെട്ടിരുന്നു. I also decided to go for that. എന്നാൽ അന്ന് ഉറങ്ങിക്കിടന്നപ്പോൾ എൻ്റെ കർത്താവ് എന്നോട് സംസാരിച്ചു, നീ ഭാവികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുതെന്ന് കർത്താവിനോട് വളരെ ശക്തമായി എന്നോട് ദൈവം സംസാരിച്ചു. But when I was asleep, the Lord spoke to me strongly, you should not walk in the way of sinners, nor be in the seat of the scornful. അപ്പോൾ തന്നെ ഞാൻ എഴുന്നേറ്റ് കർത്താവിന് എൻ്റെ കുറവുകളെ ഏറ്റു പറഞ്ഞ് അത് ഉപേക്ഷിക്കുവാൻ ദൈവം സഹായിച്ചു. Then itself I woke up, I confessed my sins, and enabled me to accept the Lord. വേറൊരു സമയം കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ഒരു ദർശനം ദൈവം അടിയനെ കാണിച്ചു. At another time, the Lord showed me a vision concerning his coming. 1 തെസ്സലോനിക്കർ 4:14 പറയുന്നത് പോലെ കാഹളധ്വനിയോടുകൂടെ കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്ന് വരികയും ക്രിസ്തുവിൽ മരിച്ച അനേക വിശുദ്ധന്മാർ കല്ലറകളിൽ നിന്ന് തേജസ്സോടെ ഉയർത്ത് മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുന്ന ഒരു കാഴ്ച കാണുവാനിടയായി. According to 1 Thessalonians 4:16, for the Lord himself shall descend from heaven with a shout, with the voice of the archangel, and with the trump of God, and the dead in Christ shall rise first. I happened to see a vision, the saints rising up from their sepulchre. അപ്പോൾ തേജസ്സേറി യേശു മധ്യാകാശത്തിലേക്ക് വരുന്നവരെ തൻ്റെ വലം കരം കൊണ്ടിങ്ങനെ ആശ്ലേഷം ചെയ്യുന്ന ഒരു കാഴ്ച കാണുവാനിടയായി. Then I saw glorious Jesus with his hand, he is embracing the saints who are being gathered into the midair. സൂര്യൻ്റെ പ്രകാശമൊന്നും യേശുവിൻ്റെ ആ തേജസ്സിൻ്റെ മുമ്പിൽ ഒന്നുമില്ലായിരുന്നു. The shine of a sun was nothing before the glory of Jesus. അപ്പോൾ കൈവിടപ്പെട്ടവർക്ക് മനസ്സിലായതെല്ലാം ഇത് കർത്താവിൻ്റെ വരവാണെന്ന് അവർക്ക് മനസ്സിലായി. Then the left behind group understood that it was the coming of the Lord. അവർ പലയിടത്തും വിളിക്കുന്നു, ചിലർ ഫെയ്ത്തോമിലേക്കും വിളിക്കുന്നു. They were calling different people, they were also calling the faith home. അപ്പോൾ ടെലിഫോൺ ഇങ്ങനെ റിങ് ചെയ്യുന്നത് മാത്രം സൗണ്ട് മാത്രം കേൾക്കാമായിരുന്നു. Then I could just hear the telephone ringing. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഷുവറായിട്ടും കർത്താവിൻ്റെ വരവാണെന്ന് അവർക്ക് മനസ്സിലായി. അവർ അങ്ങനെ വളരെ പരിഭ്രാന്തരായി ഭവനത്തിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ തെരുവുകളിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടുന്ന ഒരു കാഴ്ച കാണുവാനിടയായി. Then they understood that it was definitely the coming of the Lord, and they were all amazed and they were running in the streets. അതിനുശേഷം ആ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ ആകാശവും ഭൂമിയും കാണുന്നില്ല, ആകാശം ഇങ്ങനെ മടങ്ങി പോകുന്നതായിട്ട് ഒരു കാഴ്ച കാണുവാനിടയായി. Then accordingly we read in Revelation, the heaven and earth were not seen, I could see the heaven folding. വേറൊരു വിഷൻ ദൈവം കാണിച്ചത് ഞാൻ ഈ ഭൂമിയിലെങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു മനോഹരമായ തേജസ്സേറിയ ഒരു സ്ഥലം കാണുവാനിടയായി. In another vision that I saw, the Lord showed me a place which I never saw in this world. It was a very glorious place. അവിടെ അനേകമായി കിരീടങ്ങൾ ഇരിക്കുന്നത് കാണുവാൻ സാധിച്ചു. There I could see various crowns. ഓരോ കിരീടത്തിൻ്റെയും ശോഭ, ഒരു കിരീടത്തിൻ്റെ ശോഭയല്ല അടുത്ത കിരീടത്തിന്. The glory of one crown was different from another. ഓരോ കിരീടത്തിൻ്റെയും കല്ലിൻ്റെ ശോഭ വ്യത്യസ്തമായിരുന്നു. The shine of the stone of each crown was different. ചില ഭംഗിയേറിയ കിരീടത്തിൽ നിന്ന് അതിൻ്റെ കല്ലുകളിൽ നിന്നും അതിൻ്റെ ആ പ്രകാശം വളരെ ദൂരെ പ്രകാശിക്കുന്നത് കാണാമായിരുന്നു. From the stones of the beautiful crowns, its shine was seen long. അപ്പോൾ ഒരു ദൈവശബ്ദം കേട്ടു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. Then I heard a voice of God, take heed that no man shall take your crown. എൻ്റെ കുടുംബജീവിതത്തിൽ ദൈവം
അനേക പ്രയാസത്തിൽ കൂടെയൊക്കെ കടന്നു പോയെങ്കിലും ദൈവം അത്ഭുതമായി വിടുവിച്ചു. In my family life also, I had to go through various problems, but the Lord has miraculously delivered me. 10 വർഷം ഒരു സിവിൽ കേസിൽ കടന്നുപോയി അടിയങ്ങൾക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും കരുണവാനായ ദൈവം എല്ലാം മടക്കി തന്ന് കർത്താവ് അവിടങ്ങളെ അനുഗ്രഹിച്ചു. For 10 years we had to go through a civil case. We lost everything, but the Lord miraculously restored it. എൻ്റെ മകന് 2 പ്രാവശ്യം മരണകരമായ രോഗം വന്നെങ്കിലും ഡോക്ടർമാർ അതിശയിക്കുമാർ കർത്താവ് അവനെ വിടുവിച്ചു. My son had to go through deadly sickness 2 times, but the Lord as the doctors may get astonished, the Lord delivered him miraculously. ഇതിൻ്റെ എല്ലാം കാരണം അനേക വിശുദ്ധന്മാരും ദൈവമക്കളും പ്രാർത്ഥനയുടെ ഫലം ഒന്ന് മാത്രമായിരുന്നു. The reason for all this is the prayers of so many saints. എൻ്റെ അനേകമായ കുറവുകളും കുറ്റങ്ങളൊക്കെയും ഉണ്ട്. I have so many shortcomings and sins in me. എന്നാൽ നല്ല പ്രവൃത്തി ആരംഭിച്ച എൻ്റെ കർത്താവ് പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ എൻ്റെ ദൈവം ശക്തനെന്ന് ഞാൻ അറിയുന്നു. The Lord who started a good work in me is able to take me unto perfection. I believe this. ഒരു വിശുദ്ധ ജീവിതം ദൈവസന്നിധിയിൽ കാണപ്പെടുവാൻ എൻ്റെ ദൈവം എന്നെ സഹായിക്കണം. ദൈവമക്കളുടെ വിലയേറിയ പ്രാർത്ഥനയെ ചോദിച്ചാൽ എൻ്റെ സാക്ഷിയിൽ നിരുന്നുള്ളൂ. The Lord should help me to do a holy life and be seen in His presence. Please pray for me. ദൈവത്തിന് മഹത്വം. Praise be to God. தேவன் தாமே சகோதரி லவ்லியும் ரட்சித்தார், அபிஷேகித்தார், பரிசுத்த ஐக்கியத்தை கொண்டு வந்தார். The Lord saved Sister Lovely, and the Lord enabled her to come to the fellowship of the அவருடைய saints. ஜீவித்தை தெய்வ உணர்த்தி கொடுத்து சரி செய்ய முடியாத உதவி செய்தார். And the Lord also convicted her and also helped her to rectify her life. அவளுடைய குடும்பத்தை பிள்ளைகளையும் ஆசீர்வதித்து நடத்தி கொண்டிருக்கிறார். The Lord blessed their family and their children and leading them. இனி கர்த்தர் சித்தம் செய்து சந்திக்க ஆயத்தப்பட வேண்டும். And the Lord should help them to do His will and to prepare to meet Him. அதுக்காக நாம் எல்லாம் சேர்ந்து ஸ்தோத்திரிப்போம். For that shall we all praise God. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord.